ഇന്നൊരു സുഖിയനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സുഖിയൻ എന്ന് പറയുമ്പോൾ പല സ്ഥലങ്ങളിലും പല പേര് പറയും. ചില സ്ഥലങ്ങളിൽ മോദകം എന്ന് പറയും, ചില സ്ഥലങ്ങളിൽ സുഖിയൻ എന്ന് പറയും. അപ്പോൾ ഞാനിന്ന് മോദകം, നമ്മുടെ ഇവിടെയൊക്കെ മോദകം എന്നാണ് പറഞ്ഞത്. ട്രിവാൻഡ്രം സിറ്റി സ്ഥലങ്ങളിലല്ല, ട്രിവാൻഡ്രത്തല്ല. മോദകം ഉണ്ടാക്കാൻ വേണ്ടി മൈദാമാവ് എടുത്തിട്ടുണ്ട്. 1.5 കപ്പ് മൈദാമാവ്, കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം. അതിൽ കുറച്ച് ഒരു 2 സ്പൂണ് അരിപ്പൊടി, ഫൈന പൊടിച്ച ഇടിയപ്പത്തിൻ്റെ പൊടി 2 സ്പൂണ് അരിപ്പൊടിയും കൂടെ ഇടുമ്പം മൈദാമാവിൻ്റെ ആ ഒരു വലുവലുപ്പ് വരാതെ കുറച്ചൊരു ക്രിസ്പി ആയിരിക്കും, നല്ല മുരുമുരായിരിക്കും പുറം, അരിപ്പൊടിയും കൂടെ ചേർത്ത് കഴിയുമ്പോൾ. അങ്ങനെ ഇത് രണ്ടും കൂടെ 3 ഇൻഗ്രീഡിയൻസും കൂടെ ഇട്ടിട്ട് ഒരു നുള്ളുപ്പ്, മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളുപ്പും കൂടെ അതിലിട്ടിട്ട് നല്ലവണ്ണം കുഴച്ചെടുക്കണം. വെള്ളം ഒഴിച്ച് കൈ കൊണ്ട് കുഴയ്ക്കുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ. നമ്മൾ സ്പൂണിട്ട് കുഴയ്ക്കുമ്പോൾ അവിടെ ഇവിടെ കട്ടിയായി പോകുന്നത്. കഴിയുന്നതും കൈ കൊണ്ട് കുഴയ്ക്കുന്നതാണ് നല്ലത്. അങ്ങനെ കുഴച്ച് നല്ലവണ്ണം കുഴച്ചെടുക്കണം. കെട്ടാതെ നല്ലതായിട്ട് കുഴച്ച് ആവശ്യത്തിന് വെള്ളവും ചേർത്ത്, ഒരുപാട് കട്ടിയായി പോകാനും പാടില്ല, അധികം ലൂസാവാനും പാടില്ല. ആ ഒരു പരുവത്തിൽ കുഴച്ചെടുക്കണം. നല്ല മധുരവും നല്ല ടേസ്റ്റും ഒക്കെയുള്ള ഒരു മോദകമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ബാറ്റർ ശരിയാക്കുമ്പോൾ ഇച്ചിരി ലൂസ്, ഈ ഒരു പരുവത്തിൽ വേണം കുഴച്ചെടുക്കാനായിട്ട്. ഇച്ചിരി കട്ടിയായിപ്പോയാൽ ഭയങ്കരമായിട്ട് ഹാർഡായിപ്പോവും ഉണ്ടാക്കിയെടുക്കുമ്പോൾ. ഈ ഒരു പരുവത്തിൽ വേണം ബാറ്റർ റെഡിയാക്കാനായിട്ട്. മോദകം അഥവാ സുഖിയൻ ഉണ്ടാക്കുമ്പോൾ കൈ കഴുകിയിട്ട് വരട്ടെ. ഈ മാവിൻ്റെ ഉള്ളിൽ വയ്ക്കാനുള്ള മോദകത്തിൻ്റെ, അതായത് സുഖിയൻ്റെ ഇതാണ് ബാറ്ററാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിൽ ചെറുപയർ അവിച്ച്, ശർക്കര പാവ് കാച്ചി അതിനകത്ത് ഇട്ട്, പയറും ഇട്ട്, ഏലക്കായും ഇട്ട്, നെയ്യും ഇട്ട് നല്ലവണ്ണം വരട്ടി എടുത്ത ഒരു ഉരുളയാണ് ഈ ഇരിക്കുന്നത്. ഇതിനെ നമ്മൾ ഈ ബാറ്ററിൽ മുക്കി തിളച്ച എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം, ഉണ്ടാക്കിയെടുക്കാം. വീഡിയോ കാണാം നമുക്ക് ഉണ്ടാക്കുന്നതിൻ്റെ. എണ്ണ നല്ലവണ്ണം തിളക്കിയിട്ട് ശർക്കര, തേങ്ങ, നെയ്യ്, ചെറുപയർ, ഏലക്ക ഇത്രയിട്ട് നല്ലവണ്ണം വരട്ടി ഉരുട്ടിയെടുത്ത് വച്ചിരിക്കുന്നതാണ്. ചൂടാകുന്നു. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഓരോന്നായിട്ട് ബാറ്ററിൽ മുക്കി ഇടണം.
ഇതൊക്കെ നല്ല ഒരുവിധം വെന്തതിന് ശേഷമേ മറിച്ചിടാവൂ. ഇല്ല എന്നുണ്ടെങ്കിൽ മാവ് ഇളകിപ്പോവും, അതിൻ്റെ കോട്ടിങ് ഇളകിപ്പോവും. ഇത് പുറത്തിങ്ങനെ എണ്ണ ഒഴിച്ചു കൊടുക്കുക, പെട്ടെന്ന് മാവ് വെന്ത് കിട്ടും. ഇതൊക്കെ മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ടിട്ട് അപ്പോഴും തന്നെ ഇതിനെ വിടർത്തിയിട്ട് കൊടുക്കണം. എങ്കിൽ എല്ലാ ഭാഗവും ഒരുപോലെ മുരിഞ്ഞ് നല്ല നിറമായിട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഈ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഭാഗം കൊണ്ട് വേകാതിരിക്കും. അതുകൊണ്ട് ഇങ്ങനെ മറിച്ച് മാറ്റി മാറ്റി ഇട്ട് കൊടുക്കണം. വേകട്ടെ, എന്നിട്ട് അറിയാൻ പൊരിഞ്ഞിട്ടെടുക്കാം. കുറച്ചൊരു ബ്രൗൺ കളറാകുമ്പോൾ എടുക്കണം. ബ്രൗൺ കളറായി ഇതൊന്നായിട്ട് നമുക്ക് ഇങ്ങോട്ടിടാം. നമ്മൾ എണ്ണ തോർന്ന് കിട്ടും. ഒരു തുള്ളി എണ്ണ പോലും കുടിക്കില്ല. നമ്മൾ ഒഴിക്കുന്ന എണ്ണ അതേപടി നമുക്ക് തിരിച്ച് കിട്ടും. അടുത്ത വീണ്ടും രണ്ടാമത്തെ ട്രിപ്പ് ഇടാം. ആദ്യം ചെയ്തതുപോലെ തന്നെ രണ്ടാമതും ഇതുപോലെ മറിച്ചിട്ട് പിന്നെ ഇടത്തിയിട്ട് എടുക്കണം. എണ്ണയുടെ അംശം എല്ലാ ഭാഗത്തും പറ്റിയാൽ നല്ലവണ്ണം എല്ലാ ഭാഗവും മുരിഞ്ഞ് കിട്ടുള്ളൂ. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറ്റി മാറ്റിയിട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കണം. നമ്മുടെ സുഖിയൻ ഇത് ഉണ്ടാക്കി കഴിഞ്ഞു. നല്ല ചുമപ്പ് നിറം, നല്ല മുരിമുര ക്രിസ്പി ആയിട്ട്
ആക്കിയെടുത്തു. ഇത്രയേ ഉള്ളൂ. അധിക സമയം ജോലിയില്ല, ഒന്നുമില്ല. നല്ല ടേസ്റ്റിയായിട്ട് ചായ കൂടെ കഴിക്കാം, വെറുതെ വേണമെങ്കിലും കഴിക്കാം. ചൂടായിരിക്കുകയാണ്, ചൂടാ ഉണ്ടാകും. ഒരു മുര നല്ല ചൂടായിട്ട് നല്ല ടേസ്റ്റാണ്. അതിനകത്ത് തേങ്ങയും എല്ലാം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി. അതാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി. എല്ലാവരും കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം, ഷെയർ ചെയ്യണം. താങ്ക് യു.